വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. എറ്റേണൽ ലവ് എന്ന ഡ്രാമയുടെ 3ാമത്തെ എപ്പിസോഡ് തുടക്കത്തിൽ തന്റെ ചേട്ടനെ വിവാഹം കഴിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ടാനർ മന്ത്രിയും ചേട്ടനും ചേർന്ന് തന്റെ അടുത്തേക്ക് വിട്ടിരിക്കുന്ന സ്പൈ ആണ് എന്ന് ഷെൻ അറിയാമെങ്കിലും അവളുടെ പെരുമാറ്റത്തിലെ വ്യത്യാസത്തിന് കാരണം എന്തായിരിക്കുമെന്ന കൗതുകം ഷെന്റെ ഉള്ളിലുണ്ട്. അതിനെക്കുറിച്ച് അവൻ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് യുഹാവോ അവിടേക്ക് വന്ന് ടാനർ മറ്റ് 2 കോൺക്യൂബുമാരെ കൈകൊണ്ട് അടിച്ച് ശരിയാക്കി വിട്ടുവെന്ന് അറിയിക്കുന്നത്. അത് കൊള്ളാമല്ലോ, അവൾ ശരിക്കും ഒരു സാധാരണക്കാരിയാണെന്ന് തോന്നുന്നില്ല. എന്തായാലും നീ അവളുടെ ഓരോ നീക്കവും ശ്രദ്ധിച്ചോളണമെന്ന് ഷെങ് വീണ്ടും യുഹാവോയോട് നിർദ്ദേശിക്കുന്നു. പെട്ടെന്ന് ഷെങ് തലചുറ്റുന്ന പോലെ കണ്ണുമടച്ച് നിന്ന് ആടുന്നത് കണ്ട് എന്തു പറ്റിയെന്ന് ചോദിച്ച് യുഹാവോ അവനെ പിടിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശന്റെ ശബ്ദം കേൾക്കുന്ന പോലെ എനിക്ക് ഈയിടെയായി തോന്നുകയാണ് എന്ന് ഷെങ് പറഞ്ഞപ്പോൾ കുമാരൻ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിനൊപ്പം വളർന്നുകൊണ്ടാവും അദ്ദേഹത്തെ ഒരുപാട് മിസ് ചെയ്യുന്നത് എന്ന് യുഹാവോ പറയുന്നു. അദ്ദേഹം എന്നെ അടുത്ത കിരീടാവകാശിയാക്കുന്നതിന് പകരം എനിക്ക് എന്തിനാണ് ഈ ഇമ്പീരിയൽ ടോക്കൺ തന്നിട്ട് പോയതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അദ്ദേഹം മടങ്ങി വന്നിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാമായിരുന്നു എന്ന് ഷെങ് പറയുന്നുണ്ട്. ഷെങ്ങിന്റെ കോൺക്യൂബുമാരുമായിട്ടുള്ള ഫൈറ്റൊക്കെ കഴിഞ്ഞ് ജിങ്ഷിനെ കൊണ്ട് കാല് തളവിക്കുകയായിരുന്നു ടാനർ. അപ്പോൾ അവനെ വിവാഹം കഴിച്ചപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ എന്നെ തോൽപ്പിക്കാമെന്ന് അവളുമാർ കരുതണ്ട എന്നൊക്കെ അവൾ പറയുന്നത് കേട്ട് ജിങ്ഷിൻ ചിരിച്ചുകൊണ്ട്, ടാൻ, ആ സമയത്ത് നിന്റെ പെരുമാറ്റം നല്ല കൂളായിരുന്നു. മുമ്പ് നിന്റെ സ്വഭാവം ഇങ്ങനെയായിരുന്നെങ്കിൽ മന്ത്രിക്കൊച്ചമ്മയും അവരുടെ മകളും ഒന്നും നിന്നെ അതുപോലെ ഉപദ്രവിക്കാൻ ധൈര്യം കാണിക്കില്ലായിരുന്നു. എന്നാലും നമുക്ക് ധൈര്യത്തിന് എപ്പോഴും ആശ്രയിക്കാൻ പറ്റുന്ന ആരെങ്കിലും കൂടെ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് രാജകുമാരനെ പിണക്കാതെ അദ്ദേഹവുമായി നല്ല ബന്ധമുണ്ടാക്കുന്നതാണ് നല്ലത്. വിവാഹരാത്രിക്ക് ശേഷം ടാൻ ഇതുവരെ കുമാരനെ കാണാൻ പോയില്ലല്ലോ, ഒന്ന് ചെന്ന് ഗ്രീറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് ജിങ്ഷിൻ പറയുന്നു. പിന്നെ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും ഇന്നോ നാളെയോ ഞാൻ ഇവിടം വിട്ടു പോകും. അതിനിടയിൽ പിന്നെ എന്തിനാണ് അവൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ പോകുന്നത്? അവൻ കാണാനൊക്കെ സുന്ദരനാണെങ്കിലും കുറേ ഭാര്യമാരുള്ള ഒരു പെണ്ണുപിടിയല്ലേ. എനിക്ക് അവനെ പോലെ ഒരാളോട് മിണ്ടാൻ പോലും ഇഷ്ടമല്ല എന്ന് ടാനർ പറയുന്നു. അദ്ദേഹം ഒരു രാജകുമാരനല്ലേ, 2 കോൺക്യൂബുമാരുള്ളത് അത്ര വലിയ തെറ്റൊന്നുമല്ലല്ലോ, ബാക്കി എല്ലാവർക്കും അതിൽ കൂടുതലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ജിങ്ഷിൻ ഷെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ ബെഡിൻ്റെ കാര്യം നീ മറക്കരുത് എന്ന് ടാനർ പറഞ്ഞപ്പോൾ പിന്നെയും ബെഡിൻ്റെ കാര്യമാണോ? ഇത് 8ാമത്തെ കുമാരൻ്റെ കൊട്ടാരമല്ലേ, നമ്മൾ ഇവിടോട്ട് വന്നതല്ലേ ഉള്ളൂ. എനിക്കിവിടെ സ്ഥലവും ആളുകളെയൊന്നും തീരെ പരിചയമില്ല. പിന്നെ ഞാനിങ്ങനെ ബെഡിനെ കുറിച്ച് തിരക്കാനാണെന്ന് ജിങ്ഷിൻ ചോദിച്ചപ്പോൾ ടാനർ അവളുടെ അടുത്തേക്ക് ഇരുന്നിട്ട് സോപ്പ് ഇടാൻ തുടങ്ങുന്നു. നീ ഒരു ഗോസിപ്പ് ക്യൂനാണ് എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. നിന്റെ കണ്ണിൽ പെടാതെ ഒന്നിനും പോകാൻ പറ്റില്ല, നിന്നെ കൊണ്ട് അതിന് കഴിയും എന്നൊക്കെ പറഞ്ഞ് ടാനർ അവളെ പ്രോത്സാഹിപ്പിക്കുന്നു. ജിങ്ഷിൻ അവളുടെ പുകഴ്ത്തലിൽ 2 ഇട പൊങ്ങുന്നുണ്ട്. ടാൻ അപ്പോൾ പറഞ്ഞ ഗോസിപ്പ് ക്യൂൻ ഒരു അഭിനന്ദനമാണോ എന്ന് അവൾ ചോദിക്കുന്നത് കേട്ടപ്പോൾ ടാനിന് ചിരി വന്നെങ്കിലും പിന്നല്ലാതെ നിനക്ക് സംശയമുണ്ടോ എന്ന് പറഞ്ഞ് അവൾ ചിരിക്കുന്നു. എങ്കിൽ ബെഡ് കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റുവെന്ന് ജിങ്ഷിൻ സന്തോഷത്തോടെ ഉറപ്പ് നൽകുന്നു. അന്ന് രാത്രി ഷെന്റെ കൊട്ടാരത്തിൽ നമ്മൾ മുമ്പ് കണ്ട മുഖംമൂടി വെച്ച അമാനുഷ്യ ശക്തിയുള്ളവർ വരുന്നുണ്ട്. അതിലൊരാൾ അവിടുത്തെ ആൾക്കാരെ ആക്രമിക്കാൻ തുടങ്ങിയെങ്കിലും എടുത്തുചാടി എന്തെങ്കിലും പ്രവർത്തിച്ച് ശത്രുവിന് സൂചന നൽകണ്ട, നമ്മുടെ മാസ്റ്ററോട് ചോദിച്ചിട്ട് ചെയ്താൽ മതിയെന്ന് കൂട്ടത്തിലെ പെണ്ണ് പറയുന്നതിനാൽ അവർ ശക്തി ഉപയോഗിച്ച് മാസ്റ്ററെ വിളിച്ചു വരുത്തുന്നു. മാസ്റ്ററെ അവർക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അന്തരീക്ഷത്തിൽ തെളിഞ്ഞ ഒരു പ്രകാശത്തോടാണ് അവർ സംസാരിക്കുന്നത്. കൊട്ടാരത്തിനുള്ളിലാണെങ്കിലും കാവൽക്കാരെ ആക്രമിക്കുന്നതിന് മുമ്പ് അനുവാദം ചോദിക്കുന്നതിനാണ് വിളിച്ചു വരുത്തിയത് എന്നവർ അറിയിച്ചപ്പോൾ ഇപ്പോൾ എടുത്തുചാടിയൊന്നും ചെയ്യേണ്ട, ഈ കൊട്ടാരത്തിന് സോൾ സപ്രസിംഗ് ഓർമ്മയുമായി എന്തോ ബന്ധമുണ്ടെന്ന് ഉറപ്പാണ്, അതുകൊണ്ട് അത് ഉറപ്പായും ഇവിടെ തന്നെ കാണും. നിങ്ങൾ കൊട്ടാരത്തിനുള്ളിൽ നിന്ന് തന്നെ നമ്മുടെ സഹായിയാക്കാൻ പറ്റിയ ഒരാളെ കണ്ടെത്തണം, അയാളെ ഉപയോഗിച്ച് വേണം അത് കൈക്കലാക്കേണ്ടത് എന്ന് നിർദ്ദേശിച്ചിട്ട് ആ പ്രകാശം മറയുന്നു. അന്ന് രാത്രി തന്നെയാണ് ജിങ്ഷിൻ പകൽ മുഴുവൻ തിരഞ്ഞിട്ടും തനിക്ക് വേണ്ട ബെഡ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നറിഞ്ഞ് ടാനർ അവിടം വിട്ട് പോകാനൊരുങ്ങുന്നത്. പോകരുത് എന്ന് പറഞ്ഞ് ജിങ്ഷിൻ പിന്തിരിക്കാൻ ശ്രമിച്ചു കൂടെ തന്നെയുണ്ട്. നീ പകൽ മുഴുവൻ തിരഞ്ഞിട്ടും ബെഡ് കണ്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അതിവിടെ ഇല്ല എന്നല്ലേ, പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് നടക്കുന്നു. രാജകുമാരൻ അറിഞ്ഞാൽ കുമാരിയുടെ മാത്രമല്ല കുടുംബത്തിലെ എല്ലാവരുടെയും തല പോയേക്കും, അതുകൊണ്ട് പോകരുതെന്ന് ജിങ്ഷിൻ പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായും പോകും, ആരുടെയാണെന്ന് വെച്ചാൽ തല വെട്ടട്ടെ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും മുന്നോട്ട് ഓടുന്നു. മാസ്റ്റർ പീസായ മതിലിയാട്ടത്തിന് അവിടെ കിടന്ന ഒരു ഏണിയുടെ സഹായത്തോടെ മതിലിന് മുകളിൽ വരെ കയറിയപ്പോഴാണ് എന്റെ കൺസേർട്ട് ഇതിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ച് ഷെങ് അവിടേക്ക് വന്നത്. സീനറി കാണാൻ കയറിയതാണോ അതോ ഇവിടെ ആരെങ്കിലും വേശ്യാലയത്തിലേക്ക് വിൽക്കുമെന്ന് ഭയന്നാണോ എന്ന് അവളെ പരിഹസിക്കാനായി അവൻ ചോദിക്കുന്നു. പണി പാളിയല്ലോ എന്നോർത്ത് ടാൻ മിണ്ടാതിരുന്നപ്പോൾ അത് രണ്ടുമല്ലെങ്കിൽ ഇനി ആരെങ്കിലും കാണാൻ പോവുകയാണോ, മന്ത്രിയാണോ അതോ എന്റെ ചേട്ടനെയാണോ എന്ന് ഷെങ് വീണ്ടും ചോദിക്കുന്നു. കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് എനിക്ക് എന്റെ വീട് മിസ് ചെയ്തു, ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ എന്നറിയാൻ കയറി നോക്കിയതാണ്, അതിനെന്താണ് ഇത്ര പ്രശ്നം എന്ന് അവൾ ചോദിക്കുന്നു. ഈ മതിലാണെന്ന ശീലം ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്, പിന്നെ വീടത്ര മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റന്നാൾ നമ്മൾ അവിടേക്ക് പോകുന്നുണ്ടല്ലോ, മന്ത്രിയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഷെങ് അകത്തേക്ക് കയറി പോകുന്നു. ഈ ശ്രമം പരാജയപ്പെട്ടെങ്കിലും അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ വേറെന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റൂ എന്ന് ടാൻ അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ പറയുന്നു. അവളെ പിന്തിരിപ്പിക്കാനെന്നോളം ജിങ്ഷിൻ ഒരു അവസാന ശ്രമം നടത്തുന്നുണ്ട്. ഈ കൊട്ടാരം വളരെ വലുതല്ലേ, ഞാൻ ഇവിടുത്തെ പകുതി മുറികൾ പോലും പരിശോധിച്ചു കഴിഞ്ഞില്ല, താൻ അന്വേഷിക്കുന്ന ബെഡ് ഇവിടെ തന്നെയാണ് ഉള്ളതെങ്കിൽ മടങ്ങിപ്പോയാൽ അത് കിട്ടാനുള്ള ചാൻസ് മിസ്സാവില്ലേ, അതുകൊണ്ട് തൽക്കാലം ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത് എന്ന് ജിങ്ഷിൻ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ടാനിനും തോന്നുന്നു.
പക്ഷെ വീണ്ടും വീട്ടിലേക്ക് പോകേണ്ടി വരുമെന്ന് കേട്ടപ്പോൾ അവൾ ആകെ അസ്വസ്ഥയാകുന്നു. അതൊഴിവാക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് അവൾ ചോദിച്ചപ്പോൾ അതൊരു ആചാരമല്ലേ, അത് ഒഴിവാക്കാൻ കഴിയില്ല, താൻ അടങ്ങി ഒതുങ്ങി നിന്നാൽ മതി, മന്ത്രി കൊച്ചമ്മ ഇനി ഉപദ്രവിക്കില്ല, മാത്രമല്ല ഇപ്പോൾ കുമാരൻ്റെ കൺസേർട്ടുമല്ലേ എന്ന് ജിങ്ഷൻ പറയുന്നു. തൽക്കാലത്തേക്ക് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അടങ്ങി നിന്നേക്കാമെന്ന് പറഞ്ഞ് താൻ താഴേക്ക് ഇറങ്ങാൻ ജിങ്ഷനോട് ഏണിയെ പിടിക്കാൻ പറയുന്നു. താഴെ എത്താറായപ്പോൾ അവൾ കാലിൽ വെഴുതി ഏണിയിൽ നിന്ന് താഴേക്ക് വീഴുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ ശേഷം രാജമാതാവിനെ പോയി കാണേണ്ട മര്യാദയുണ്ട്. മുത്തശ്ശി കാണാൻ കാത്തിരിക്കുകയാണെന്ന് യുഹാവോ അടുത്ത ദിവസം ഷെന്നെ ഓർമ്മിക്കുന്നു. ഷെൻ അതിന് സമ്മതം മൂളിയെങ്കിലും അവനതിൽ വലിയ സന്തോഷമൊന്നുമില്ലായിരുന്നു. മുത്തശ്ശിനൊപ്പമാണ് വളർന്നതെങ്കിലും മുത്തശ്ശിന് ഭാര്യയോട് വലിയ അടുപ്പമൊന്നുമില്ലായിരുന്നുകൊണ്ട് ഷെന്നിനും മുത്തശ്ശിയെ അത്ര ഇഷ്ടമല്ല. പക്ഷെ മുത്തശ്ശന്റെ അഭാവത്തിൽ ഷെന്നിനു വേണ്ടി രാജാവിനോട് എതിർത്ത് സംസാരിക്കാനും അവനെ സപ്പോർട്ട് ചെയ്യാനും മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവൻ അവരെ എതിർക്കാതെ കാണാൻ ചെല്ലാമെന്ന് സമ്മതിച്ചത്. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സേവകൻ വന്ന് കൺസേർട്ട് കാണാൻ വന്നിട്ടുണ്ട് എന്നറിയിക്കുന്നു. അകത്തേക്ക് വിട്ടോളാൻ അവൻ അനുവാദം നൽകുന്നു. അകത്തേക്ക് വന്നത് യഥാർത്ഥ ടാനറാണെന്ന് അവളുടെ നടപ്പും പെരുമാറ്റവും കണ്ടാൽ അറിയാം. പതിവിന് വിപരീതമായി അവൾ മുഖം കാണിച്ച് ബഹുമാനത്തോടെ നിൽക്കുന്ന കണ്ട് കുമാരിക്ക് എന്ത് പറ്റി, എൻ്റെ മുഖം കാണാൻ ഇഷ്ടമല്ലേ എന്ന് അവൻ ചോദിക്കുന്നു. അങ്ങനെ നോക്കുന്നത് മര്യാദയല്ലല്ലോ എന്ന് കരുതിയാണ് എന്ന് അവൾ മറുപടി പറഞ്ഞപ്പോൾ നിന്റെ സ്വഭാവം ശരിക്കും വിചിത്രമാണല്ലോ, വിവാഹരാത്രി എന്നെ ധൃതി വെച്ച് അകത്തേക്ക് വിളിച്ച ആളല്ലല്ലോ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്, ഇന്ന് എന്ത് പറ്റി എന്നവൻ ചോദിക്കുന്നു. ഞാൻ മര്യാദയില്ലാതെ മുമ്പ് എന്തെങ്കിലും പെരുമാറിയെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നവൾ പറഞ്ഞപ്പോൾ ഇന്ന് കുമാരി സോഫ്റ്റായെന്ന് പെരുമാറാൻ പോകുന്നല്ലേ, എന്തായാലും ഇത് നല്ല നേരം പോക്കാണ് എന്നവൻ പറയുന്നു. ദയവായി എന്നെ പരിഹസിക്കരുത്, ഞാൻ വന്നത് എന്ന് പറഞ്ഞ് ടാനർ എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും ഷെങ് ഇടയ്ക്കേറി വിവാഹരാത്രി എന്റെ ചേട്ടൻ അദ്ദേഹത്തിന് അവകാശപ്പെട്ട എന്തോ ഞാൻ കൈക്കലാക്കി, എന്റെ കയ്യിൽ നിന്ന് അത് തിരികെ വാങ്ങുമെന്ന് എന്നെ വെല്ലുവിളിച്ചിരുന്നു. അദ്ദേഹം എന്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് കുമാരിക്ക് അറിയാമോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. കുമാരൻ അറിയില്ലെങ്കിൽ എനിക്കും അറിയില്ല, ഞാനിപ്പോൾ വന്നത് ഇന്നെന്റെ വീട്ടിലേക്ക് പോകേണ്ട ദിവസമാണ്, കുമാരൻ എനിക്കൊപ്പം വരുമോ എന്നറിയാനാണ് എന്ന് അവൾ പറയുന്നു. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് തിരിഞ്ഞടക്കുന്നു. എങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞവൾ അവിടെ നിന്ന് പോകുന്നു. ടാനർ പോയി കഴിഞ്ഞപ്പോൾ അവളെ പിന്തുടരാൻ യുഹാവോയെ അവൻ പറഞ്ഞയക്കുന്നു. കുമാരനില്ലാതെ നമ്മൾ തനിച്ച് വീട്ടിലേക്ക് ചെന്നാൽ അവിടെ എല്ലാവരും കുമാരിയെ പരിഹസിക്കുമല്ലോ, കുമാരൻ എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ജിങ്ഷൻ പുറത്തിറങ്ങിയപ്പോൾ ടാനറിനോട് പറയുന്നു. യൂഹുവായും ഞാനും തമ്മിലുണ്ടായിരുന്ന ബന്ധം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അകലം പാലിക്കുന്നത്, അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് ടാനർ പറയുന്നു. അന്ന് ഷെങ്ങിനെ കാണാൻ നമ്മൾ മുമ്പ് കണ്ട ദുഷ്ടശക്തികൾ വരുന്നുണ്ട്. യുഹാവോയുടെ കണ്ണു വെട്ടിച്ച് നിങ്ങൾ എൻ്റെ അടുത്തെത്തിയെങ്കിൽ നിങ്ങൾ അത്ര നിസ്സാരക്കാരായിരിക്കില്ലല്ലോ എന്ന് ഷെങ് ചോദിക്കുന്നു. ഞങ്ങൾ കുമാരനുമായി ഒരു ഡീൽ ഉണ്ടാക്കാനാണ് വന്നത്, ഞങ്ങൾക്കൊരു ചെറിയ സഹായം ചെയ്തു തന്നാൽ ഈ രാജ്യം കൈക്കലാക്കാൻ ഞങ്ങൾ സഹായിക്കാമെന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഓഫർ കേൾക്കാൻ കൊള്ളാമെങ്കിലും നിങ്ങളെപ്പോലെയുള്ളവരുമായി ഒരു ഇടപാടിന് എനിക്ക് താല്പര്യമില്ല എന്ന് ഷെങ് പറയുന്നു. ഞങ്ങളുടെ കഴിവിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് കുമാരൻ ഇങ്ങനെ സംസാരിക്കുന്നത്, ഞങ്ങളെ വിശ്വസിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നവർ ചോദിക്കുന്നു. ഷെങ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കപ്പ് കാണിച്ചിട്ട് ഇതെൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ബിസിനസ്സെക്കുറിച്ച് സംസാരിക്കാമെന്ന് ആലോചിക്കാമെന്ന് അവൻ പറയുന്നു. അത് തട്ടിയെടുക്കാൻ ചെറിയൊരു ഫൈറ്റിലൂടെ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷെങ്ങിനെ തോൽപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. എനിക്ക് വേണ്ടത് ഞാൻ തന്നെ നേടിയെടുത്തുകൊള്ളാം, അതിന് നിങ്ങളുടെ സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ അവരെ മടക്കി അയക്കുന്നു. ഇതേസമയം ഷെങ്ങില്ലാതെ തനിച്ചു വന്ന ടാനറിനെ കണ്ട് മന്ത്രിക്കും ഭാര്യയ്ക്കും ആകെ ദേഷ്യം പിടിക്കുന്നു. അവർ അവളോട് മുട്ടുകുത്തിയിരിക്കാൻ പറഞ്ഞിട്ട് നീ കുമാരനോട് അകലം കാണിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം നിന്നെ തനിച്ചിവിടേക്ക് വിട്ടത്, വിവാഹത്തിന് മുമ്പ് ഞാൻ പറഞ്ഞേൽപ്പിച്ചിരുന്നൊക്കെ മറന്നു എന്ന് ചോദിച്ച് അവളെ വഴക്ക് പറയുന്നു. മന്ത്രി കൊച്ചമ്മ പതിവ് പോലെ ശിക്ഷയായി സൂചി കുത്താനെടുത്തപ്പോൾ അത്രയ്ക്ക് വേണമെന്ന് ചോദിച്ച് തടയാൻ ശ്രമിച്ചെങ്കിലും ഇവൾ ശരിക്കും നിങ്ങളുടെ മകൾ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, അവളുടെ അമ്മ നിങ്ങളെ ചതിച്ചതായിരിക്കും, പിന്നെ നമ്മുടെ നല്ല മനസ്സുകൊണ്ട് നമ്മൾ ഇവളെ വളർത്തിയതല്ലേ ഉള്ളൂ, നിങ്ങളതൊക്കെ മറന്നോ എന്ന് ചോദിച്ച് അവർ ഭർത്താവിനെ എരികേറ്റിയപ്പോൾ അവളെ ശിക്ഷിക്കാൻ അയാൾ സമ്മതിക്കുന്നു. അവർ അവളുടെ പുറത്ത് സൂചി കുത്തിയിറക്കാൻ തുടങ്ങുന്നു. ജിങ്ഷൻ കരഞ്ഞുകൊണ്ട് അവളെ താങ്ങി പിടിച്ച് കൂടെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഷെങ് നിർദ്ദേശിച്ചനുസരിച്ച് യുഹാവോ അവിടെ എത്തിയത്. അകത്തെ സംസാരം പുറത്ത് മറഞ്ഞു നിന്ന് അവനും കേൾക്കുന്നു. അച്ഛൻ പറയുന്നതിനായി ഞാനൊന്നും ചെയ്യില്ല എന്ന് ടാനർ നിലവിളിക്കിടയിലൂടെ പറഞ്ഞപ്പോൾ ഒന്നും ചെയ്യില്ലെന്നോ, എന്നിട്ടാണോ നീ ഇപ്പോഴും കന്യകയായിരിക്കുന്നത്, കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും മൂത്ത രാജകുമാരനൊപ്പം ചെല്ലാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണോ നീ ഇപ്പോഴും നിന്റെ കന്യകാത്ത സൂക്ഷിക്കുന്നത് എന്നവർ ചോദിച്ചപ്പോൾ ടാനർ മറുപടി ഒന്നും പറയുന്നില്ല. കണ്ടോ, അതാണ് അവളുടെ മനസ്സിലിരിപ്പ്, അവളൊന്നും മിണ്ടാത്തത് കണ്ടോ എന്ന് ചോദിച്ച് അവർ പിന്നെയും അവളെ ഉപദ്രവിക്കുന്നു. അദ്ദേഹത്തിന് ഇഷ്ടം പിടിച്ചു പറ്റാൻ ശ്രമിക്കാത്തത് എൻ്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് കരയുന്നതിനിടയിൽ അവളുടെ ബോധം പോകുന്നു. അത്രയും ആയപ്പോഴേക്കും യുഹാവോ പുറത്തിറങ്ങി പുറത്ത് രഥത്തിലിരിപ്പുണ്ടായിരുന്ന ഷെങ്ങിനോട് വിവരം പറയുന്നു. കുമാരി മന്ത്രിയെ എതിർത്തുവെന്നാണ് തോന്നുന്നത്, അതിനകത്ത് കുമാരിയെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കുമാരൻ ഇപ്പോൾ അകത്തേക്ക് പോകുന്നുണ്ടോ എന്ന് യുഹാവോ ചോദിച്ചപ്പോൾ അവരുടെ ഷോ പൂർത്തിയാവട്ടെ, അതുവരെ ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കാമെന്നവനെ അറിയിക്കുന്നു. ടാനർ ബോധക്കേട് അഭിനയിക്കുന്നതാണ് എന്ന് പറഞ്ഞ് മന്ത്രി കൊച്ചമ്മ ഒരു പാത്രം വെള്ളം അവളുടെ തലവഴി ഒഴിക്കുന്നു. ടാനറിന് ബോധം വന്ന് അവൾ ഉണരുന്നു. ഉണർന്നെഴുന്നേറ്റത് നമ്മുടെ ചാനാണ്. ഞാനങ്ങനെ ഇവിടെ എത്തി, എൻ്റെ ദേഹം മുഴുവൻ എന്താണ് ഇത്ര വേദനിക്കുന്നതെന്ന് ചിന്തിച്ചവൾ ഒരു നിമിഷം ഇരുന്നെങ്കിലും പെട്ടെന്ന് ചാടി എണീറ്റ് ഇത്തവണ ഇതിത്തിരി കൂടിപ്പോയി, ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണോ, ഈ കുടുംബം മുഴുവൻ സാഡിസ്റ്റുകളാണോ എന്ന് ചോദിച്ചപ്പോൾ മന്ത്രി കൊച്ചമ്മയെ ഉപദ്രവിക്കാൻ മുന്നിട്ടെങ്കിലും അവരവളെ തള്ളി മാറ്റുന്നു. അവൾ കാണിക്കുന്നത് കണ്ടോ, അവളെ പിടിച്ച് മുട്ടിലിരുത്താൻ അവർ ജോലിക്കാർക്ക് വീണ്ടും നിർദ്ദേശം നൽകുന്നു. ആ സമയത്താണ് ഷെങ് അവിടേക്ക് കയറി വന്നത്.
അവർ വേഗം അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തുടങ്ങിയെങ്കിലും എന്നെ തുടരുത് എന്ന് പറഞ്ഞവൾ അവരോട് ഒച്ച വയ്ക്കുന്നു. അകത്തേക്ക് വന്ന ഷെങ്ങിനെ കണ്ട് മന്ത്രിയും ഭാര്യയും പരിങ്ങിലൂടെ സ്വാഗതം പറയുന്നു. താഴെ ഇരിക്കുന്ന ടാനറിനെ കണ്ട് എന്റെ കൺസേർട്ട് എന്തിനാണ് നിലത്ത് മുട്ടുകുത്തിയിരിക്കുന്നത്, അവളുടെ ഡ്രസ്സ് എങ്ങനെയാണ് നനഞ്ഞത് എന്ന് ഷെങ് ചോദിക്കുന്നു. ഞാനെന്തെങ്കിലും പറഞ്ഞാൽ കൂടി പോകും, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് ടാനർ മന്ത്രിയുടെയും ഭാര്യയുടെയും നേർക്ക് നോക്കി രൂക്ഷമായി പറയുന്നു. ഷെങ് തങ്ങളോട് ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന ഭയത്തോടെ മന്ത്രിയും ഭാര്യയും അവളെ നോക്കുന്നുണ്ട്. എന്റെ കൺസേർട്ട് ഇവിടെയും എന്തോ കുസൃതി ഒപ്പിച്ചെന്നാണല്ലോ തോന്നുന്നത്. നീ കൊട്ടാരത്തിൽ വെച്ച് എന്നോട് തമാശ പറയുന്നത് പോലെ ഇവിടെ വന്ന് പറഞ്ഞാൽ ഞാനും കൂടിയല്ലേ മോശക്കാരനാകുന്നത് എന്ന് പറഞ്ഞ് അവളോട് എഴുന്നേക്കാൻ പറയുന്നു. എനിക്കിനി എഴുന്നേൽക്കാമോ എന്ന് ടാനർ ദേഷ്യത്തിൽ മന്ത്രി കൊച്ചമ്മയോട് ചോദിക്കുന്നു. അവർ ഒരു വല്ലാത്ത ചിരി ചിരിച്ചിട്ട് കുമാരി തമാശ പറയുകയാണോ എന്ന് പറഞ്ഞ് ജോലിക്കാരോട് കുമാരി എഴുന്നേക്കാൻ സഹായിക്കാൻ പറയുന്നു. എഴുന്നേക്കാൻ സഹായിക്കുന്ന ജോലിക്കാരെ അവൾ തട്ടിമാറ്റുന്നു. പുറത്തെ അസഹനീയമായ വേദന കാരണം അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഷെങ് മുന്നോട്ട് വന്ന് അവളെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ നിനക്കൊപ്പം വരാതിരുന്നത് കൊണ്ടല്ലേ നിന്നെ ഇവർ തെറ്റിദ്ധരിച്ചത് എന്ന് പറഞ്ഞെങ്കിലും മുമ്പ് ടാനർ അവനൊപ്പം വരാൻ ക്ഷണിച്ചതും അവൻ നിരസിച്ചതും ഒന്നും അറിയാത്ത കൊണ്ട് എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഷെങ് അത് കാര്യമാക്കാത്ത മന്ത്രിയോട് ടാനർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, അവളെ ഞാൻ കൊഞ്ചിച്ച് വഷളാക്കിയതാണെന്ന് പറയുന്നു. അവന് ശരിക്കും ടാനറിന് ഇഷ്ടമാണെന്ന് മന്ത്രിയും ഭാര്യയും തെറ്റിദ്ധരിക്കുന്നു. കുമാരൻ അവളെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, അത് ഞങ്ങൾക്കൊരു അഭിമാനം തന്നെയാണെന്ന് അവർ പറയുന്നു. ഇവിടെ വരുന്ന ചടങ്ങ് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ടാനറിനെ മടക്കി കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അവൻ അവളെ രഥത്തിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഷെങ്ങിന്റെ പെട്ടെന്നുള്ള അടുപ്പം കാണിക്കൽ ടാനറിനെ കുറച്ചൊന്ന് കൺഫ്യൂസ് ആക്കുന്നുണ്ട്. പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടുള്ള നല്ല രാജകുമാരനെ പോലെ ഇവനും നല്ലവനായിരിക്കുമോ എന്നൊക്കെ അവൾ ചിന്തിക്കുന്നു. രഥത്തിനുള്ളിലിരുന്ന് ടാൻ തുണിയിലെ വെള്ളമൊക്കെ പിഴിഞ്ഞു കളയുന്നു. ദേഹം മുഴുവൻ നനഞ്ഞിരിക്കുന്നത് കാരണം അവൾ തണുത്ത് വിറച്ചാണ് അതിനുള്ളിലിരുന്നത്. ഈഹുവായി എന്തിനാണ് എന്നെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചതെന്ന് ഷെങ് ഇടയ്ക്ക് അവളോട് ചോദിക്കുന്നു. ഈഹുവായിയോ, അതാരാണ് എന്നവൾ ചോദിച്ചപ്പോൾ നിനക്ക് ശരിക്കും പൊട്ടം കളിക്കാൻ വളരെ നന്നായി അറിയാമല്ലോ എന്നവൻ പറയുന്നു. പൊട്ടം കളിക്കുന്നോ, ആരുടെ കാര്യമാണ് പറയുന്നത് ചോദിച്ചവൾ ചൂടായപ്പോൾ ശരി, ഇനി ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല, പക്ഷെ നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് നീ കുറച്ച് കാര്യങ്ങൾ ഉറപ്പായും പാലിക്കേണ്ടതുണ്ട് എന്നവൻ പറയുന്നു. എന്തൊക്കെയാണ്? വിവാഹം കഴിഞ്ഞാൽ ഭർത്താവ് പറയുന്ന അനുസരിക്കണം, അദ്ദേഹം മരിച്ചാൽ കൂടെ ചാടി മരിക്കണം എന്നൊക്കെയാണോ എന്ന് പറഞ്ഞവൾ അവനെ നോക്കുന്നു. അവന്റെ രൂക്ഷമായ നോട്ടം കണ്ട് കുമാരന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. ഞാൻ കേട്ടോളാം എന്നവൾ പറയുന്നു. ഒരു തവണയെ ഞാൻ പറയുള്ളൂ, ശ്രദ്ധിച്ചു കേട്ടോണം എന്ന് പറഞ്ഞിട്ട് ഒന്നാമതായി വേണ്ടാത്ത ഒന്നും കാണാനും കേൾക്കാനും നിൽക്കുകയും പോകാൻ പാടില്ലാത്തടത്ത് പോവുകയും ചെയ്യരുത്. രണ്ടാമതായി വേറെ പുരുഷന്മാരുമായി ചേർന്ന് എന്നെ ചതിക്കാൻ ശ്രമിക്കരുത്. നിന്റെ മൂല്യം കാത്തു സൂക്ഷിക്കണം. മൂന്നാമതായി ഞാൻ നിന്നോട് ചെയ്യാൻ പറയുന്നതൊക്കെ ചെയ്യണം എന്നവൻ പറയുന്നു. അത്ര നേരം മിണ്ടായിരുന്നു കേട്ട ടാൻ ഞാൻ ഈ റൂൾസൊക്കെ തെറ്റിച്ചാൽ അങ്ങ് എനിക്ക് ഡിവോഴ്സ് തരുമോ എന്ന് ചോദിക്കുന്നു. ഇല്ല, ഞാൻ നിന്നെ കൊന്നുകളയും എന്നവൻ പറഞ്ഞത് കേട്ട് അവളൊന്ന് പേടിക്കുന്നുണ്ട്. അവളുടെ നനഞ്ഞു കുത്തുന്ന ഡ്രസ്സിലേക്ക് നോക്കിയിട്ട് ഇതിൽ നിന്നിറങ്ങുമ്പോൾ ജിങ്ഷിനോട് നിന്റെ ഡ്രസ്സെല്ലാം വൃത്തിയാക്കി തരാൻ പറയണം എന്നവൻ പറയുന്നു. തിരിച്ച് കൊട്ടാരത്തിൽ ചെന്നിട്ട് പോരെ എന്നവൾ ചോദിച്ചപ്പോൾ അതിന് നമ്മൾ കൊട്ടാരത്തിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നവൻ പറയുന്നു. പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾ ചോദിച്ചിട്ടും അവൻ പറയുന്നില്ല. പുതിയ സ്ഥലത്ത് നിന്നിറങ്ങി ജിങ്ഷനൊപ്പം നടക്കുമ്പോൾ ഈ സ്ഥലം കൊള്ളാമല്ലോ, എന്നാലും TV-യിൽ കാണിക്കാറുള്ള കൊട്ടാരത്തിന്റെ അത്ര ഭംഗിയൊന്നുമില്ല. ഡോങ്യു സാമ്രാജ്യത്ത് പറഞ്ഞു കേട്ടതുപോലെയുള്ള പണമൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കുമോ ഇവിടുത്തെ ആനുവൽ GDP എത്രയാണ്, ഇവിടെ വീടിനൊന്നും വലിയ വിലയില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ അവൾ ജിങ്ഷനോട് നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തൊട്ടുമുന്നിലായി നടക്കുന്ന ഷെങ്ങും അവളുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ പറയുന്ന പുതിയ വാക്കുകളൊക്കെ അവൻ പിടിച്ചെടുക്കുകയാണ്. ഇത് രാജകൊട്ടാരമല്ല, രാജമാതാവിന്റെ മന്ദിരമാണ്, അതുകൊണ്ടാണ് കൊട്ടാരത്തിന്റെ അത്ര പ്രൗഢിയൊന്നും ഇതിനില്ലാത്തത് എന്ന് ജിങ്ഷിൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇന്ന് കുമാരി പതിവിൽ കൂടുതൽ സംസാരിക്കുന്നുണ്ടല്ലോ, എന്തായാലും മതിയാക്കിയിട്ട് എനിക്കൊപ്പം വരാൻ പറഞ്ഞ് ഷെങ് മുന്നോട്ട് നടക്കുന്നു. അവൾ ഈർഷ്യയോടാണെങ്കിലും പുറകെ ചെല്ലുന്നുണ്ട്. അവിടെ ഒരിടത്ത് രാജമാത അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഷെങ് അവിടെ ചെന്ന് അവരെ വണങ്ങുന്നു. അവർ അവനെ സ്നേഹത്തോടെ അടുത്തേക്ക് വിളിച്ചിരുന്നു. ഇതാണ് എൻ്റെ പുതിയ കൺസൾട്ട് എന്ന് പറഞ്ഞ് ഷെങ് ടാനിനെ പരിചയപ്പെടുത്തുന്നു. മന്ത്രിയുടെ കോൺക്യൂബിന്റെ മകളാണെങ്കിലും അവൾ നല്ല സുന്ദരിയാണ് എന്നവർ പറഞ്ഞപ്പോൾ ഇവിടെ എല്ലാവർക്കും എന്നോട് ദേഷ്യമാണെന്ന് ടാൻ പെറുപെറുക്കുന്നുണ്ട്. ഒന്നും പറയില്ല എന്ന് ജിങ്ഷിൻ അവളെ ആംഗ്യം കാണിക്കുന്നുണ്ട്. നീ കോൺക്യൂബിന്റെ മകളാണെങ്കിലും കൊട്ടാരത്തിലേക്ക് വിവാഹം കഴിച്ചുകൊണ്ടുവന്ന സ്ഥിതിക്ക് കുറച്ചുകൂടി ശ്രദ്ധയോടൊക്കെ പെരുമാറണം. മറ്റുള്ള കോൺക്യൂബ്സുമായി നല്ല രീതിയിൽ പൊരുത്തപ്പെട്ട് പോകാൻ ശ്രമിക്കണം. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി കൊട്ടാരത്തിലുള്ളവർക്ക് നാണക്കേട് ഉണ്ടാക്കരുത് എന്നൊക്കെ മുത്തശ്ശി അവളെ ഉപദേശിക്കുന്നു. മുത്തശ്ശി പറയുന്ന പോലെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാമെന്ന് ടാനർ വെറുതെ പറയുന്നുണ്ട്. നീയും മൂത്ത രാജകുമാരനും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുന്നതൊക്കെ വെറും റൂമറാണെങ്കിലും ഭാവിയിൽ അങ്ങനെയൊന്നും ആരും പറയാതിരിക്കാൻ അവനുമായി അകലം പാലിച്ചോണം എന്നവർ പറയുന്നു. അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് ടാൻ അപ്പോഴാണ് അറിയുന്നത്. അവൾ അവരോട് ശരി എന്ന് പറഞ്ഞെങ്കിലും എന്ത് ബന്ധം, സൈബർ ലവ് ആണോ എന്നവൾ ജിങ്ഷനെ നോക്കി പിറുപിറുക്കുന്നുണ്ട്. ഷെങ് അവൾ പറയുന്ന ഓരോന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ടാനറിനെ ഉപദേശിച്ച ശേഷം മുത്തശ്ശി ഷെങ്ങിനെ നോക്കി നിന്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് വിഷമം. നീയും യൂനും കുട്ടിക്കാലത്ത് ഒരുമിച്ച് കളിച്ചിടുന്നപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തൊരു ചേർച്ചയായിരുന്നു. മരിച്ചുപോയ ചക്രവർത്തിയുടെ ആഗ്രഹം അനുസരിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് അവളെ വിവാഹം കഴിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സഹതപിക്കുന്നു. ടാനിന് കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം പിടികിട്ടിയെങ്കിലും യൂൻ ആരാണ് എന്നവൾക്ക് മനസ്സിലാവാത്തന്നില്ല. അതാരാണ് എന്നവൾ ജിങ്ഷിനോട് ചോദിക്കുന്നു. അത് രാജമാതാവിന്റെ സഹോദരന്റെ പേരക്കുട്ടിയാണ് എന്ന് ജിങ്ഷിൻ പറഞ്ഞപ്പോൾ അത് ശരി, അപ്പോൾ രാജമാതാവിന് അവളെ കൊണ്ട് ഷെന്നെ കല്യാണം കഴിപ്പിക്കാനായിരുന്നു ഇഷ്ടമല്ലേ? പക്ഷേ ഞാൻ അതിനിടയിൽ വലിഞ്ഞു കയറി. മാത്രമല്ല ഞാൻ മൂത്ത രാജകുമാരന്റെ എക്സ് ഗേൾഫ്രണ്ടുമാണ് അല്ലേ? വെറുതെ അല്ല ആ തള്ളയ്ക്ക് എന്നെ തീരെ പിടിക്കാഞ്ഞത് എന്നവൾ രാജമാതാവിനെ നോക്കി പറയുന്നു. മിണ്ടാതിരിക്കാൻ ജിങ്ഷിൻ അവളുടെ ആംഗ്യം കാണിക്കുന്നു. ആ സമയത്താണ് ഷെങ്ങിനെ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് യൂൻ അവിടെ ഓടി വന്നത്.
ഞാൻ ഷെങ്ങിനോട് നിന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മുത്തശ്ശി പറയുന്നു. അവൾ നാണത്തോടെ ചിരിച്ചുകൊണ്ട് ഷെങ്ങിൻ്റെ അടുത്ത് പോയി അവൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന് കൊഞ്ചുകയാണ്. നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് കുറേ കാലമായില്ലേ, നീ അവനെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലേ? ഇവൻ ഇവിടെയുള്ള സ്ഥിതിക്ക് നിങ്ങൾ സംസാരിച്ചിരിക്കേ. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വിശ്രമിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് മുത്തശ്ശി പോകാൻ എഴുന്നേൽക്കുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ യൂൻ, ഇതാണോ ചേട്ടൻ്റെ കൺസേർട്ട്? ഇവിടെ കണ്ടിട്ട് എന്നേക്കാൾ പ്രായക്കൂടുതൽ തോന്നുന്നുണ്ടല്ലോ എന്ന് ഷെങ്ങിനോട് ചോദിക്കുന്നു. ടാനിന് അത് കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളുടെ രാജ്യത്തെ ബ്യൂട്ടി കെയർ പ്രൊഡക്ട്സ് അനുസരിച്ച് അടുത്ത 10 വർഷത്തിനുള്ളിൽ തന്നെ നിനക്കെൻ്റെ ആൻറ്റിയുടെ പ്രായമാകും എന്നവൾ പുറപ്പെടുക്കുന്നു. ഷെങ് അവളാ പറഞ്ഞതും ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കിവിടെ നന്നായി ബോറടിക്കുന്നു, നമുക്ക് കുറച്ചപ്പുറത്തോട്ടങ്ങനെ മാറി നിന്നാലൊന്ന് യൂൻ ഷെങ്ങിനോട് ചോദിച്ചപ്പോൾ അവൻ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പേ ടാൻ ചാടിക്കയറി സന്തോഷത്തോടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയിക്കോളാം എന്ന് പറഞ്ഞ് പോകാനായി തിരിഞ്ഞെങ്കിലും ഷെങ് അവളോട് നിൽക്കാൻ പറഞ്ഞിട്ട് അടുത്തേക്ക് ചെന്ന്, നീ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോവുകയാണോ എന്ന് ചോദിക്കുന്നു. ടാൻ തിരിഞ്ഞു നിന്ന്, നിങ്ങൾ കുറേ കാലത്തിന് ശേഷമല്ലേ തമ്മിൽ കാണുന്നത്, ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞതൊക്കെ ഓർമ്മിക്കാൻ കുറച്ച് സമയം തരുന്നതല്ലേ, എന്നെക്കുറിച്ച് ഓർക്കണ്ട, എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല, നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞവൾ വീണ്ടും തിരിഞ്ഞെടുക്കുന്നു. പക്ഷേ ഷെങ് അവളുടെ കയ്യിൽ പിടിച്ച് തിരിച്ചു വലിച്ചിട്ട്, ഇനി ഒരിക്കലും എവിടെയാണെങ്കിലും എന്നെ തനിച്ചാക്കി എങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് അവളെ ചേർത്ത് നിർത്തി കിസ് ചെയ്യുന്നു. ടാനാകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ജിങ്ഷിൻ കണ്ണുപൊത്തിക്കൊണ്ട് തിരിഞ്ഞു നിൽക്കുന്നു. യൂനാണെങ്കിൽ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആദ്യത്തെ ഷോക്ക് മാറിയപ്പോൾ ടാൻ അവനെ തള്ളി മാറ്റിയിട്ട് അവനെ അടിക്കാനായി കൈ ഉയർത്തിയെങ്കിലും അവൻ ആ കയ്യിൽ കയറി പിടിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.